ഇപ്പം ഞങ്ങളൊക്കെ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിക്കുമ്പോൾ പിണറായി വിജയൻ സ്വാമിയെ ഭരണമയ്യപ്പ എന്നാണ് വിളിക്കുന്നത്. അതാണ് ഞങ്ങൾ നമ്മളെ വ്യത്യാസം. അപ്പം ഞങ്ങളുടെ സ്റ്റാൻഡ് അന്നും ഇന്നും ഒന്നാണ്. അതിൽ രാഷ്ട്രീയത്തിൽ ഇലക്ഷൻ ജയിക്കട്ടെ പരാജയപ്പെടട്ടെ അതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഭാഗം. പക്ഷേ വിശ്വാസ സമൂഹത്തിൻ്റെ ഒപ്പം എന്നും കോൺഗ്രസ് ഉണ്ടാവും, UDF ഉണ്ടാവും. അതേത് മതത്തിൻ്റെ വിശ്വാസങ്ങളെ ഹനിച്ചാലും ഞങ്ങൾ അതിനെതിരെ വിശ്വാസികളോടൊപ്പം നിൽക്കും. അതെ, അപ്പോൾ ഇന്ന് നടക്കാനിരിക്കുന്ന ഇനിയിപ്പോൾ ഈ യാത്രകൾ, വിശ്വാസ സംരക്ഷണ യാത്രകൾ, അതിലൂടെ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാകും, അല്ലെങ്കിൽ ജനങ്ങളെ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാക്കാം, കൂടുതൽ ജനപങ്കാളിത്തം യാത്രയ്ക്ക് ഉണ്ടാകും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണുള്ളത് കോൺഗ്രസ്. ജനപങ്കാളിത്തം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ഞങ്ങൾ വിശ്വാസം സംരക്ഷിക്കാനുള്ള യാത്രയാണ്. അതിൽ കേരളത്തിലെ ജനസമൂഹം ഞങ്ങളോടൊപ്പം നിൽക്കും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ഇതിനെ രാഷ്ട്രീയമായി കൂട്ടിക്കുഴയ്ക്കേണ്ട ആവശ്യമില്ല. പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ വിശ്വാസം സംരക്ഷിക്കണം. ആ അഭിപ്രായത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ശ്രീ മുരളീധരൻ, ഒറ്റ കാര്യം കൂടി, SIT അന്വേഷണം ഒരു വശത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ SIT അന്വേഷണം 2019 മാത്രം ചുരുങ്ങിയാൽ പോരാ, അതിന് മുമ്പുള്ള ഭരണകാലങ്ങളിലേക്കും പോകണമെന്നൊരു ആവശ്യം CPM മുന്നോട്ട് വയ്ക്കും. ഇന്നലെ മാതൃഭൂമിയിൽ വന്നൊരു വാർത്ത അനുസരിച്ച് 2014-15 ഇപ്പോഴത്തെ വിവാദ നായകനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്താക്കാൻ ശുപാർശ നൽകിയതും വിജിലൻസ് ആയിരുന്നു. തിരിച്ചറിയൽ രേഖയില്ലാതെ പോറ്റി കീഴ്ശാന്തിക്കാരുടെ വിശ്രമയിടങ്ങളിൽ തങ്ങുന്നതും അനാവശ്യ ഇടപെടൽ നടത്തുന്നതും വിജിലൻസ് കണ്ടെത്തിയിരുന്നു. പക്ഷേ എല്ലാ വലകളും പൊട്ടിച്ചാ തിമിംഗലം അന്ന് പുറത്തു കടന്നു. ബോർഡിലെ ഉന്നതരുമായ ആൾ അതിനകം ബാന്ധവം സ്ഥാപിച്ചത്. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള അവതാരങ്ങളുടെ, അവരുടെ കൂട്ടാളികളെ ഇങ്ങനെ വിഹരിക്കാൻ വിടുന്ന കാര്യത്തിൽ അന്നത്തെ UDF സർക്കാരിന് വീഴ്ച പറ്റി എന്നൊരു തോന്നൽ താങ്കൾക്കുണ്ടോ? അന്വേഷണം കുറെ കൂടി മുകളിലോട്ട് പോകണം, സമഗ്രമായ രീതിയിൽ വേണം എന്നൊരാവശ്യമല്ലേ ഉള്ളത്? ഞങ്ങൾക്ക് അതിനോടൊന്നും യാതൊരു ഭയവുമില്ല. കാരണം ഞങ്ങളുടെ ആ കാര്യത്തിൽ എന്ത് ഗവൺമെൻറ് തീരുമാനിച്ചാലും ഞങ്ങൾ അതിനെ ഭയപ്പെടുന്നില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഇന്നത്തെ ആൾദൈവത്തിനെ അന്ന് അദ്ദേഹം കീഴ്ശാന്തിയായി കയറിയപ്പോൾ അദ്ദേഹത്തിന് ശാന്തിയിൽ ഒരു പരിജ്ഞാനം ഇല്ല എന്ന് പറഞ്ഞ് അന്ന് തന്ത്രി ഇറക്കി വിട്ടതാണ്. അത് UDFൻ്റെ കാലത്താണ് ഇറക്കി വിടുന്നത്. ആ തന്ത്രി ഇറക്കി വിട്ട ഈ കഥാപാത്രത്തിനെ ഒരു സ്പോൺസറുടെ രൂപത്തിൽ കൊണ്ടുവന്നത് ഇടതുപക്ഷമാണ്. അതുകൊണ്ട് പൂർവ്വകാല ചരിത്രം ഞങ്ങളെ ഭയപ്പെടുത്താനൊന്നും നോക്കണ്ട. ഞങ്ങൾ ഏത് അന്വേഷണം നേരിടാനും തയ്യാറാണ്. ദേവൻ്റെ സ്വത്ത് സംരക്ഷിക്കണം. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഞങ്ങൾക്കില്ല. ശരി, വളരെ നന്ദി ശ്രീ K. മുരളീധരൻ. ഈ തിരക്കിനിടയിലും അല്പസമയം ഈ പ്രഭാതം ഞങ്ങൾക്കൊപ്പം ചെലവഴിച്ചതിന്.